തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ അച്ഛൻ റഹീമിന്റെ മൊഴിയെടുക്കാൻ പോലീസ്. അല്പം മുമ്പാണ് റഹീം ദമാമിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയത്. ഇഖാമ കാലാവധി കഴിഞ്ഞിരുന്നതിനാൽ റഹീമിന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. സാമൂഹ്യ പ്രവർത്തകരുടെ അടക്കം ഇടപെടലിലാണ് യാത്ര സാധ്യമായത്. കേസിൽ ഇന്ന് അന്വേഷണ സംഘം ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷമീനയുടെയും മൊഴിയെടുക്കും. അല്പം മുമ്പ് തിരുവനന്തപുരത്താണ് അഫാന്റെ പിതാവ് റഹീം എത്തിയത്. ബന്ധുക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകളുമായും മറ്റും ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട് എന്നറിയാം. പോലീസിന് ചില അവ്യക്തതകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ വ്യക്തമായി ക്ലിയർ ആക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, അഫാന്റെ പിതാവ് എത്തിക്കഴിഞ്ഞു. അല്പം മുമ്പ് മാതാവിൻ്റെയും ആരോഗ്യനില പുരോഗതിയുണ്ട്. രണ്ടുപേരുടെയും മൊഴിയെടുത്താൽ ഈ പറയുന്ന ലക്ഷങ്ങളുടെ കടത്തിൻ്റെ അതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിലൊക്കെ കൊലപാതകത്തിൻ്റെ മൂലകാരണങ്ങളിലേക്കും മറ്റും ഒരുപക്ഷെ എത്തിയേക്കാം, അല്ലേ? ഇന്നത്തെ രാവിലെ 7:30യോടെയാണ് ദമാമിൽ നിന്ന് 8 വർഷത്തിന് ശേഷം അബ്ദുൾ റഹീം, ഈ ഷമിയുടെ ഭർത്താവ്, ഈ അഫാന്റെ പിതാവ് മടങ്ങിയെത്തുന്നത്. ഏറെ സന്തോഷത്തോടെ വരേണ്ട നാട്ടിലേക്ക് അതിദുഃഖത്തോടെ കടന്നു വരേണ്ട ഒരു സാഹചര്യം. അവിടെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പോലും ആകാതെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, പക്ഷേ ദുഃഖം കടിച്ചമർത്തിയാണ് അദ്ദേഹം ഞങ്ങൾക്ക് മുമ്പിലൂടെ നടന്ന് നീങ്ങിയത്. ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും തയ്യാറായില്ല. അദ്ദേഹം അവിടെ നിന്ന് ബന്ധുവീട്ടിലേക്കാണ് പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് അദ്ദേഹം സൽമ ബീവിയുടെ ഖബറിടത്തിലെത്തും. അതോടൊപ്പം ലത്തീഫിന്റെയും തന്റെ മൂത്ത സഹോദരൻ ലത്തീഫിന്റെയും ഭാര്യ ഷാഹിദയുടെയും ഖബറിടത്തിലെത്തി പ്രാർത്ഥിക്കും എന്നാണ് പറഞ്ഞത്. അതിനുശേഷമായിരിക്കും തിരികെ ആശുപത്രിയിലെത്തി ഷെമിയെ, വെഞ്ഞാറമൂട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഭാര്യ ഷെമിയെ കാണുക. ഷെമിയെ ഈ അബ്ദുൾ റഹീമിന്റെ സാന്നിധ്യത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു നീക്കം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതായത് ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ഈ കടബാധ്യത സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചാൽ ഇതിൽ കൂടുതൽ വ്യക്തത കൈവരുമെന്ന ഒരു വിലയിരുത്തൽ കൂടി പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെവ്വേറെയായി മൊഴിയെടുക്കുക എന്നതിന് അപ്പുറത്തേക്ക് ഒരുമിച്ചുകൂടി അവരെ ഒരുമിച്ച് ഇരുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു നീക്കം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇപ്പോഴും സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണമെന്ന നിഗമനത്തിൽ പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ ലത്തീഫിനെയും ഭാര്യയെയും വല്യമ്മയും ആക്രമിക്കാനുണ്ടായ സാഹചര്യം സംബന്ധിച്ച് പ്രതി നൽകിയിരിക്കുന്ന മൊഴിയിൽ ചില അവ്യക്തതകളുണ്ട്. അതിൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഫർസാനയോടും അനിയനോടും ഈ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയത് എന്തിന് എന്ന ചോദ്യത്തിനും വ്യക്തമായ ഒരു ഉത്തരം പ്രതി ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇന്ന് ഈ ഷെമിയുടെ മൊഴിയെടുക്കുന്നതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അവ്യക്തതകൾ ഏറെക്കുറെ മാറിയേക്കും എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘവും. അങ്ങനെയാണ് സാഹചര്യം. ഏതായാലും മൊഴിയെടുപ്പുകൾ തുടരുന്നു. ചില വ്യക്തതകളൊക്കെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുള്ള ശ്രമത്തിലാണ് പോലീസ്.